അപ്പോൾ പൊളിക്കാനും പൊളിച്ചെടുക്കാനും ഗൈസ് ആൽഫ ഗെയിമേഴ്സിൻ്റെ മറ്റൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോഴാണ് നമ്മളൊന്ന് വോയിസ് വെച്ചിട്ടൊന്ന് കളിക്കണത്. അതുവരെ നമ്മൾ വോയിസ് ഇല്ലാണ്ടാണ് നമ്മൾ വീഡിയോസൊക്കെ ഇട്ടായിരുന്നത്. ഇതിപ്പോൾ നമ്മൾ വോയിസ് വെച്ചിട്ടായി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ വേൾഡൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇതിൽ ഇവിടെ എലൈറ്റർ വെച്ചിട്ട് പറക്കുമ്പോൾ വേണ്ടി ഒന്നാൽ ലാൻഡ് ചെയ്യാനുള്ള സംഭവമാണ്. പക്ഷെ ഞാനിതിൽ എത്ര ലാൻഡ് ചെയ്യാൻ നോക്കിയിട്ടും ഫലം വിഫലാണ്. ഈ കാണുന്ന ബെഡുകളൊക്കെ നമ്മളെ വില്ലേജ് അറണ്ണന്മാർക്കുള്ളതാണ്. പിന്നെ വേറെ ഈ ഇതൊക്കെ കാണിച്ചു തരാം. എൻ്റെ വീടൊക്കെ ഞങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും കാണിച്ചു തരാം. ഇതാണ് KFC, ഇതാണ് കിച്ചൺ. പിന്നെ ഇതിൽ വേണ്ട കണ്ട ഇഷ്ടം പോലെ ചിക്കൻ ഇതൊക്കെ ഇരിക്കുന്നുണ്ട്. എത്ര വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഫ്ലോറിൽ പോവാം. നെക്സ്റ്റ് ഫ്ലോറിലേക്കുള്ള വഴി കാണാനൊക്കെ നല്ല രസമുണ്ടാവും. പക്ഷെ ഇതിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള. നമുക്ക് അടുത്ത ഫ്ലോറിലേക്ക് പോവാം. ഇതാണ് അടുത്ത ഫ്ലോറിലേക്കുള്ള വഴി. ഒറ്റ സെക്കൻഡിലെത്തി. ഇവിടേക്കും വില്ലേജ് അണ്ണന്മാരെത്തിയിരിക്കുന്നു കേട്ടോ. ആർച്ചറി കേട്ടോ. ഒരു എലൈറ്റർ ഇരിക്കുന്നുണ്ട്. ഇവിടെ തിരിച്ചേക്കാം. ഇത് ബാങ്ക് കേട്ടോ, ബാങ്ക്. മൊത്തം ലോട്ടറി ഇതിലൊന്നുമില്ല, അതിൽ തീരെയില്ല. പറഞ്ഞിരിക്കട്ടെ. ഇതൊക്കെ നമ്മളെ സമ്പത്താണ്. നമുക്ക് ഏറ്റവും അടിയിലോട്ട് പോവാം. ആദ്യം ഇങ്ങോട്ട് ചാടിയിട്ട് അവിടെ നേരെ നിലത്തേക്ക് ചാടുക. സ്ലൈമാണ്. ഇനി നമുക്കിതാ ഇതാണ് നമ്മളൊരു ജമ്പിൻ്റെ സാധനം. ഇതാട്ടോ. ഇനി നമുക്ക് അടുത്ത സംഭവം നോക്കാം. ഇതാണ് വില്ലേജസിൻ്റെ കൺട്രോൾ ടവർ. ഇവിടെ നിന്ന് എല്ലാവരും എല്ലാതും കാണും. ഇതാണ് വില്ലേജേഴ്സിൻ്റെ വീട്. ഇതൊക്കെ ഒരു വില്ലേജേഴ്സിൻ്റെ വീടല്ലേ. റെയിൽവേ സ്റ്റേഷനൊക്കെ നോക്കിയതാ ഇങ്ങനെ ആയി. കണ്ടോ ഗൈസ്, നിറച്ച് ബെഡുകളാണ്. ഈ അപ്സ്റ്റെയർ മേലകൾക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഇതാണ്. ഇവിടെ നിന്നാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ തുടങ്ങാൻ വേണ്ടി നിന്ന്. അതാ നമ്മളെ മൗണ്ടെയിൻ ഓഫ് ഫ്രണ്ട്സ്, അല്ലെങ്കിൽ മൗണ്ട് ഓഫ് ഫ്രണ്ട്സിലേക്കുള്ളതാണ്. മൗണ്ട് ഓഫ് ഫ്രണ്ട്സ് നമ്മളെ ഒരു ഫേമസ് മൗണ്ടെയിനാണ്, ഞാൻ ഉണ്ടാക്കിയ മൗണ്ടെയിനാണ്. ഇതാണ് മൗണ്ട് ഓഫ് ഫ്രണ്ട്സ്. ഏറ്റവും ടോപ്പിൽ കയറി കഴിഞ്ഞാൽ സൺറൈസ് പോയിൻ്റ് ഉണ്ട്. ഇതാണ് മൗണ്ട് ഓഫ് ഫ്രണ്ട്സ്. അവിടെ ഇഷ്ടംപോലെ മലകളൊക്കെ വേറെ ഉണ്ട്. നമുക്ക് ലൈറ്റർ വെച്ചൊന്ന് പറക്കാം. പക്ഷേ നമ്മൾ ക്രിയേറ്റീവിലാണ് പോകണം. ഇനി നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോവാം. എൻ്റെ വീടൊക്കെ വേറെ ഏത് സ്ഥലത്തായിട്ടുള്ളത്, അതൊന്നും നിങ്ങൾക്ക് എവിടെയാണെന്നൊന്നും അറിയില്ല. ഇവിടെ എവിടെയാണ് എൻ്റെ വീടുള്ളത് ഗൈസ്. ഇതാണ് എൻ്റെ വീട്. ഇത് കണ്ട, ഇതാണ് ഗൈസ് എൻ്റെ വീട്. ഇത്ര ഉള്ളോ ഗൈസ്. പക്ഷേ അതല്ല, ഇതാണ് എൻ്റെ വീട്. കണ്ടോട്ടാ. സീനല്ലേ. അണ്ടർഗ്രൗണ്ടാണ്. ഇവിടെ നമ്മളെന്തോ ഉണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും ഉണ്ടായില്ല. ഇവിടെയാണ് നമ്മുടെ സംഭവം. തോട്ടം ഇതൊക്കെ ഇരിക്കണം. ഒക്കെ സർവൈവൽ എടുത്താട്ടെ. ആരോടും പറയണ്ടാട്ടാ, നമ്മൾ ക്രിയേറ്റീവിലെടുത്താണ്. ഓക്കെ, ഇവിടെ മൊത്തം തോട്ടമാണുള്ളത്.
ഇവിടെ ഒരു ഗോൾഡിൻ്റെ ഇതിൻ്റെയൊക്കെ ആക്സ്, സോഡുകൾ, ഷീൽഡ്, പിന്നെ അതാ നമ്മളാ ടേബിൾ മാന് പിന്നെ നിറച്ച് കുറച്ച് ആർമറിൻ്റെ ട്രിമ്മും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത റൂമിലേക്ക് പോവാം. ഇതാണ് ഫുഡ് സപ്ലൈ കഫറ്റീരിയ. ഇതാണ് ഗൈസ് കഫറ്റീരിയ. ഇതുപോലെ ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇത് ഞാൻ ബെഡ്റൂമൊക്കെ നോക്കി എങ്ങനെ ആയിപ്പോയി. അയ്യോ ഞാൻ പൊട്ടിച്ച് ഇതിനാണോ. ഇതാണ് ഗൈസ് എൻ്റെ ബെഡ്റൂം. ഇതൊക്കെ നമുക്കൊന്ന് എക്സ്പാൻഡൊക്കെ ചെയ്യണം. ആദ്യം നമ്മളെ ബാക്കിയുള്ള പണികളൊക്കെ തീരണം. ഇത് സ്വിമ്മിംഗ് പൂളിലേക്കുള്ള വഴിയാണ്. ഇവിടെ നിന്നൊരു നദി ഒഴുകുന്നുണ്ട്, അത് നേരം കണ്ടാൽ ഇവിടെ ഷെൽഫുണ്ട്. ഇത് നിലത്തേക്ക് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂൾ. വാ അതിനുണ്ട് രസമല്ലേ. ഇത് നമ്മളെ അക്വേറിയം. ഇവിടെ ഒരു VIP റൂമുണ്ട്, അത് നമ്മളെ ഫ്രണ്ടിലുള്ള. ഹായ്, എൻ്റെ ഇഷ്ടമുള്ള കളറ് ബ്ലാക്ക് ആട്ടാ. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ആർമറും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആദ്യത്തെ വിതറിനെ കൊന്നതിൻ്റെ മെമ്മോറിയലാട്ടാ. ഇനി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇനി ഇവിടെ നെതർ പോർട്ടൽ ഉണ്ടാക്കാൻ നോക്കിയാൽ അത് പാളിപ്പോയി. ഇതൊരു വഴിയാണ്, ഇത് ട്രാപ്പാണ് തോന്നുന്നത്. ഞങ്ങൾക്ക് സ്പെക്റ്റേറ്റർ മോഡിലേ നിങ്ങൾക്ക് ഞാൻ ഗെയിം മോഡ് ഓക്കെ. സ്പെക്റ്റേറ്റ് അല്ലല്ലോ, സ്പെക്റ്റേറ്റർ. ഓക്കെ. ഇനി നമുക്ക് ഇതൊക്കെ കണ്ടോ, വലിയൊരു ഡഞ്ചൻ കേവൊക്കെ ഉണ്ട് ഇവിടെ. ഇത്ര വലിയ കേവൊക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ വീട് അത് വലുതാ ഗായ്സ്. ഇതിൻ്റെ ഇവിടെ ആയിട്ടൊരു കേവ് തന്നെ ഉണ്ട്. കേവിൽ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ എൻ്റെ വീടായി. ഇതാണ് ഗായ്സ് എൻ്റെ വീട്. മാൻഷൻ അണ്ടർഗ്രൗണ്ട് മലയുടെ ഉള്ളിലത്തെ വീടാണ് ഗായ്സ്. എന്തൊക്കെയോ ഉണ്ട്. ഇവിടെ VIP റൂമിൻ്റെ തൊട്ടപ്പുറത്തൊരു കേവ് ഇരിക്കുന്നുണ്ട്. ഇവിടെ എന്തോ റോക്കറ്റ് ഉണ്ടാക്കാൻ നോക്കിയതാണ്, പാളിപ്പോയി. ഓക്കെ. ഇനി ഞാൻ ഈ കേവ് എവിടുന്ന വരണമെന്ന് ആദ്യം നോക്കട്ടെ. ഇവിടുന്ന് കേവൊക്കെ ഉണ്ട്. നമുക്കിത് ഗുണ കേവാക്കട്ടോ. ഓക്കെ. ഇതല്ല. ഇനി നമുക്ക് എന്താ ലോഡാവാത്തൊരു സമയം എടുക്കുക. സ്പെക്റ്റേറ്റർ ഡീഫോൾട്ട് ആക്കിയിട്ട് വാ. ഇതൊക്കെയാണ് ഇപ്പോൾ എൻ്റെ വേൾഡിലത്തെ കാര്യങ്ങൾ. ഓക്കെ. ഇനി തൽക്കാലം നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ തൽക്കാലം ബൈ.